ജില്ലയിലെ വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. രാഷ്ട്രീയ കക്ഷികൾ അവരവരുടെ അംഗീകൃത പ്രവർത്തകർക്ക് അനുയോജ്യമായ ബാഡ്ജുകളും ഐഡന്റിറ്റി കാർഡുകളും നൽകണം. സമ്മതിദായകർക്ക് വിതരണം ചെയ്യുന്ന അനൌദ്യോഗിക സ്ലിപ്പുകൾ വെള്ളക്കടലാസിലായിരിക്കണം. അവയിൽ സ്ഥാനാർത്ഥികളുടെയോ കക്ഷിയുടെയോ പേരോ ചിഹ്നമോ ഉണ്ടാകാൻ പാടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വോട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകൾ കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട നിയമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് യാതൊരു ആക്ഷേപത്തിനും ഇടവരാത്ത രീതിയിൽ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. 1994 കേരള പഞ്ചായത്തി രാജ് നിയമവും 1994 കേരള മുനിസിപ്പാലിറ്റി നിയമവും ജനപ്രാതിനിധ്യ നിയമവും ഒക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അഭിപ്രായ വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് അറിവുള്ളതാണ്. അത് കൃത്യമായിട്ട് പാലിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇനി ഫലപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസരങ്ങളിൽ അത് കൃത്യമായ ഫലപ്രഖ്യാപനം നടന്നതിന് ശേഷം മാത്രം അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് സംബന്ധിച്ചുള്ള ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കണമെന്നും കൂടി അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.